എക്കാലത്തും സൂക്ഷ്മവും ലളിതവുമായ നർമ്മത്തിലൂടെ പൊട്ടിച്ചിരിപ്പിച്ച, ആ പൊട്ടിച്ചിരിക്കൊക്കെ ശേഷം ഒരുപാട് സമയം കഴിഞ്ഞ് നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ച മലയാളത്തിൻ്റെ സ്വന്തം ശ്രീനിവാസൻ ഓർമ്മയായിരിക്കുന്നു. 48 വർഷം നീണ്ട സിനിമ സബരി, അതിൽ അഭിനേതാവായി 200ഓളം ചിത്രങ്ങൾ, സംവിധായകനായി 2 ചിത്രം മാത്രമാണെങ്കിലും ഇന്നും ഓരോ ദിവസവും മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായ 2 ചിത്രങ്ങൾ, തിരക്കഥാകൃത്തായി എത്രയോ ചിത്രങ്ങൾ, അങ്ങനെ മലയാളിയുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായ ഒരു മഹാപ്രതിഭ അരങ്ങൊഴിഞ്ഞിരിക്കുകയാണ്. ടോം കുര്യാക്കോസ് കൊച്ചിയിൽ പൊതുദർശനം നടക്കുന്ന ടൗൺ ഹാളിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീനിവാസൻ നമ്മെ ചിരിപ്പിച്ച പോലെ ചിരിപ്പിച്ച അധികം പേരുണ്ടാവില്ല ടോം. അതുകൊണ്ട് തന്നെ ആ സങ്കടത്തിനും ആഴമേറും, ആ ചിരിച്ച ഓരോരുത്തരുടെയും നെഞ്ചിൽ അതൊരു കനമായി മാറും. അതാണ് നമ്മളിപ്പോൾ ടൗൺ ഹാളിലെ ദൃശ്യങ്ങളിലും കാണുന്നത്. ആരൊക്കെയാണ് ഇപ്പോൾ അവിടെ എത്തുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുൻപാണ്, അതായത് ഇന്ന് 1 മണിക്ക് ശേഷമാണ് ടൗൺ ഹാളിലെത്തി ശ്രീനിവാസൻ അന്തിമോപചാരം അർപ്പിച്ചത്. അതോടൊപ്പം ചലച്ചിത്ര മേഖലയിലെ നൂറുകണക്കിന് ആളുകൾ ഈ ടൗൺ ഹാളിലേക്ക്, പൊതുദർശനം ഇന്ന് വെച്ചിരിക്കുന്ന ടൗൺ ഹാളിലേക്ക് എത്തുന്നുണ്ട്. നമുക്കറിയാം, കൊച്ചി എന്ന് പറയുമ്പോൾ സിനിമയുടെ ഒരു തലസ്ഥാനമാണ്, മലയാള സിനിമയുടെ ഒരു തലസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ കൊച്ചിയിൽ ശ്രീനിവാസൻ കണ്ണൂർ സ്വദേശിയാണ്, പാട്ടിത്താണ് ജനിച്ചതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു കർമ്മമണ്ഡലം എറണാകുളമായിരുന്നു, കൊച്ചിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ അവസാന കാലയളവിലെല്ലാം അദ്ദേഹം കൊച്ചിയുമായി, അദ്ദേഹത്തിന്റെ വീട് പോലും അദ്ദേഹം വെച്ചത് എറണാകുളം കണ്ടനാടാണ്. കണ്ടനാടായിരുന്നു അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം ഒരു രോഗാവസ്ഥയിലായിരുന്നെങ്കിൽ പോലും പെട്ടെന്നുള്ളൊരു വിയോഗം ഒരു സാധാരണ ഒരു മലയാളിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ടൗൺ ഹാളിൽ കാണാൻ കഴിയുന്ന ഈ ഒരു കാഴ്ച. കാരണം നൂറുകണക്കിന് ആളുകൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ഈ ടൗൺ ഹാളിന് പുറത്ത് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് ചലച്ചിത്ര പ്രവർത്തകർ, നൂറുകണക്കിന് ചലച്ചിത്ര പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരായ മനുഷ്യരെ, നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരുടെ മനസ്സിനെ തൊട്ട ഒട്ടേറെ നർമ്മ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യങ്ങൾ, അങ്ങനെയുള്ള ആ കഥകളായിരുന്നു ശ്രീനിവാസൻ മലയാളത്തിന് സംഭാവന ചെയ്തത്. ഒരുപക്ഷെ 2 സിനിമകൾ മാത്രമാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളെങ്കിൽ ആ 2 സിനിമകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുള്ള പല സിനിമകൾ, അതായത് ഒരുപക്ഷെ സന്ദേശം, നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഓരോ തവണയും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, അതല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവി എന്ന രീതിയിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇടതുപക്ഷത്തെ സിനിമകളിലൂടെ വിമർശിച്ച ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല കേരളത്തിന്റെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ, അതിനെപ്പോലും അദ്ദേഹത്തിന്റെ തനതായ രീതിയിൽ വിമർശിക്കുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരന് എന്താണോ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തോട് പറയാനുള്ളത്, ഇവിടുത്തെ പൊതുസമൂഹത്തോട് പറയാനുള്ളത്, അത് സിനിമകളിലൂടെ പറഞ്ഞ നമ്മുടെ ഓരോരുത്തരുടെയും നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഒരു ചില ഇപ്പോൾ സിബി മല, സംവിധായകൻ സിബി മലയിൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ, സിബി മലയിൽ റോഷൻ ആൻഡ്രൂസ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ നേരത്തെ മമ്മൂട്ടി അദ്ദേഹത്തെ കണ്ടനാട് വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അങ്ങനെ മലയാള സിനിമയിലെ മാത്രമല്ല രാഷ്ട്രീയ രംഗത്തെ, സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരെല്ലാവരും ശ്രീനിവാസൻ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നമുക്കറിയാം, ശ്രീനിവാസന്റെ പല സിനിമകളും, ചിന്താവിഷ്ടയായ ശ്യാമള, വടക്ക് നോക്കിയന്ത്രം, ഈ സിനിമകൾ ഒരുപക്ഷെ സാധാരണക്കാരായ മനുഷ്യരുടെ കുടുംബജീവിതത്തിന്റെ വളരെ നർമ്മമായ, അല്ലെങ്കിൽ വളരെ കാര്യഗൌരവമായിട്ടുള്ള പല വിഷയങ്ങളെയും അഡ്രസ് ചെയ്ത സിനിമകളാണ്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ എന്താണോ നടക്കുന്നത്, ചില ദാമ്പത്യ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, ഇതൊക്കെ വളരെ നർമ്മം കലർത്തിയ ഭാഷയിൽ അദ്ദേഹം മലയാളിയോട് സംസാരിച്ച, അല്ലെങ്കിൽ മലയാളിയോട് പങ്കുവച്ച സിനിമകളാണ്. അങ്ങനെ ഒരുപക്ഷെ ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, ശ്രീനിവാസന്റെ ഒരു വിയോഗം നമുക്കറിയാം, അദ്ദേഹം കുറെ നാളുകളായി അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നു. പക്ഷേ രാവിലെ അദ്ദേഹത്തിന്റെ മരണവാർത്ത ഒരു ഞെട്ടലോടുകൂടിയാണ് മലയാളികൾ ഓരോരുത്തരും കേട്ടത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ പലപ്പോഴും മോശമായിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ നമ്മളിൽ ഒരാള് നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ നമുക്ക് തോന്നുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ സിനിമകളായിരിക്കാം അങ്ങനെ നമുക്കൊരു ആ ഒരു ചിന്തയിലേക്ക് നമ്മളെ മാറ്റിയത്.
തീർച്ചയായിട്ടും കാരണം 48 വർഷമായിട്ട് മലയാള സിനിമയുടെ ഒരു വലിയ ഏട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അങ്ങനെ ഒരു വലിയ എന്ത് പറയുക തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, നടനാണ്. അങ്ങനെ മലയാള സിനിമയിൽ തന്റേതായ ഇടം തേടിയ കയ്യൊപ്പ് പതിപ്പിച്ച ഒരു മഹാനായ നടൻ. അങ്ങനെ അദ്ദേഹത്തെ അടയാളപ്പെടുത്താൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന് ശേഷം, ശ്രീനിവാസന് ശേഷം വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, മുൻപ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മലയാള സിനിമയെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന ഒരു കാലഘട്ടത്തിൽ മുഴുവൻ, അതായത് ടോം സൂചിപ്പിച്ചതുപോലെ 91 സന്ദേശം ഇപ്പോഴും സമകാലിക രാഷ്ട്രീയത്തിൽ അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. ഇപ്പോഴും കാലാതീതമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ കൂടിയാണ് സന്ദേശം എന്ന് പറയുന്നത്. നമുക്കറിയാം, ചിന്താവിശേഷാമളയും വടക്കുനോക്കി കേന്ദ്രവും ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ വരെ നേടിയിരുന്ന സിനിമകളാണ്. സാധാരണക്കാരുടെ വേദന, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങേയറ്റം തീവ്രമായ നർമ്മത്തിലൂടെ, രസകരമായ നർമ്മത്തിലൂടെ തന്നെ അദ്ദേഹം അത് വെള്ളിത്തിരയിൽ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുമാത്രമല്ല, സാധാരണക്കാരന്റെ ഇടത്തരക്കാരന്റെയും പൊള്ളത്തരങ്ങളും കോമാളിത്തരങ്ങളും ഒക്കെ, ജീവിതത്തിന്റെ പൊള്ളത്തരങ്ങളും കോമാളിത്തരങ്ങളും ഒക്കെ വെള്ളിത്തിരയിൽ എത്തിക്കാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളോടൊപ്പം എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? ശ്രീനിവാസന്റെ സിനിമകൾ കാണാറുണ്ട്. ഇഷ്ടപ്പെട്ട സിനിമ അത്യാവശ്യം സിനിമകൾ കാണാറുണ്ട്. 48 വർഷത്തെ ഒരു സിനിമ സബരിയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന സംവിധായകൻ, നടൻ, തിരക്കഥാകൃത്ത്. അത് അവസാനിച്ചു എന്ന് പറയുന്നത് അല്പം വേദനയോടെയല്ലേ? തീർച്ചയായിട്ടും. അതാണ് പൊതുജനങ്ങൾക്കും പറയാനുള്ളതാണ്. കാരണം ശ്രീനിവാസന്റെ സിനിമകൾ കാണാറുള്ള, ശ്രീനിവാസന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, ഇഷ്ടമാണ്. എന്താണ് പറയാനുള്ളത് ഇപ്പൊ ഈ സമയത്ത്? സത്യം പറഞ്ഞാൽ ഇത്രയും കഴിവുള്ളൊരു മനുഷ്യൻ നമ്മളെ വിട്ടുപോയതിന് ഭയങ്കര സങ്കടമുണ്ട്. ഒരു നടൻ മാത്രമല്ല, നല്ലൊരു മനുഷ്യസ്നേഹിയാണ്, കൃഷിക്കാരനാണ്. അതിലുപരി പുള്ളി നല്ല നല്ല ജീവൻ തുടിക്കുന്ന തിരക്കഥകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അത്ര കഴിവുള്ളൊരു ലെജൻഡിനെ ഞാൻ കണ്ടിട്ടില്ല. വെരി ടാലന്റഡ്. നമുക്ക് വിട്ടുപോയതിൽ ഭയങ്കര സങ്കടമുണ്ട്. അത് തന്നെയാണ് പറയാനുള്ളത്. ലെജൻഡാണ്. മലയാള സിനിമയുടെ ഒരു കാലഘട്ടം മുഴുവൻ അടയാളപ്പെടുത്തിയ ഒരു ഇതിഹാസമാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ. അത് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന 4 വർഷമായി അദ്ദേഹം അനാരോഗ്യത്തെ തുടർന്ന് പലതവണയും ചികിത്സയിലായിരുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൊക്കെ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു രോഗലക്ഷണങ്ങളും ഇല്ലാതെ, വളരെ പെട്ടെന്ന് ഒരു അറിയിപ്പും ഇല്ലാതെ അദ്ദേഹം കടന്നുപോയി, മിണ്ടാതെ കടന്നുപോയി എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിട്ടും അദ്ദേഹത്തെ സ്നേഹിച്ചവരെ സംബന്ധിച്ചിട്ടും അങ്ങേയറ്റം വേദനാജനകമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് തോന്നുന്നു നമുക്ക് സാധാരണ സിനിമയ്ക്കപ്പുറം കേരളത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള വിഷയം, അതല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ, ഏത് വിഷയത്തിലും ശ്രീനിവാസന്റെ ഒരു പ്രതികരണം കേൾക്കാൻ മലയാളി ആഗ്രഹിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ, അദ്ദേഹം വിശ്വസിച്ചു പോകുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പൊതുവെ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് പറയുമ്പോഴും ഇടതുപക്ഷത്തെ ഏറ്റവും അധികം